ഹലോ, ഇന്ന് ഈ ഒരു വാൾ ഡെക്കർ ആയാലോ? അതിനായിട്ട് ഞാനിവിടെ ഐസ്ക്രീം സ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വീതിയുള്ള ഐസ്ക്രീം സ്റ്റിക്സ് ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ ഗ്ലൂ ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു 9 സ്ക്വയേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ക്വയേഴ്സ് ഓരോന്നായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ വരുന്നത്. ഇനി നമ്മുടെ ഫൈനൽ 4 ബാക്കിയുണ്ടല്ലോ, അതിങ്ങനെ ഓരോ സൈഡ്സിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പാറ്റേൺ. ഇനി ഇതുപോലത്തെ 4 സ്റ്റിക്സ് എടുത്ത് ഞാൻ 4 കോർണേഴ്സിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻറ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബേസ് റെഡിയായി. ഇനി ഫ്ലവർ ഹോൾഡറിനായിട്ട് ഞാൻ കാർഡ്ബോർഡിൻ്റെ ഒരു റോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ചെറിയ സ്റ്റിക്സ്, ഇത് ലോങ് സ്റ്റിക്സ് ആയിരുന്നു. ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ അളവ് 5 ഇഞ്ചസ് ആയതുകൊണ്ട് 5 ഇഞ്ചസ് അളവിൽ കട്ട് ചെയ്തെടുത്താണ്. ഇത് റൗണ്ട് ചെയ്ത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ഹോൾഡറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ബേസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാറ്റേണിലേക്ക് ഇതൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കർ ഇവിടെ റെഡിയായി. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.